കുഞ്ഞുലക്ഷ്മി, ഞാൻ ഇറങ്ങണോ? ഇറങ്ങാൻ വരട്ടെ, ഞാൻ ദാ വരുന്നു. ഒക്കെ നിന്റെ കയ്യിലായിരിക്കുന്നത്. ശ്രീരാമൻ ഹനുമാനെ ദൂത് വിട്ടതുപോലെയാ ഞാൻ നിന്നെ. വേണ്ട, എന്നെ ഹനുമാനാക്കിക്കൊണ്ടുള്ള ഉദാഹരണം ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു അരയനോ ആക്കിക്കോ. അരയനോ അരയനോ. മാധവൻകുട്ടി, പൊന്നുമോനെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്നോട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? അച്ഛനോടോ? എനിക്കോ? എന്തു അച്ഛായി പറയുന്നത്? പിന്നെ എന്തിനാണ് ഇവന്റെ വണ്ടി വിളിച്ചോണ്ട് വന്നത്? കൊല്ലാനാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? മാഷെ, അന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലേ മാഷെ. അപ്പൊ മനഃപൂർവ്വമായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. അന്നത്തോടെ ഞാൻ ഓവർ സ്പീഡിങ് നിർത്തി. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. അച്ഛൻ ഒന്നും പേടിക്കണ്ട. ഇവൻ എന്നോടൊപ്പം കോളേജിൽ ഒരുമിച്ച് പഠിച്ചല്ലേ? കോളേജിലൊക്കെ പഠിച്ചിട്ട് താൻ എന്താണോ ഓട്ടോറിക്ഷ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക? അതെ, ഈ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് ഞാൻ. പിന്നെ കുറെ നാൾ മുൻപ് അങ്ങ് തുടങ്ങായിരുന്നില്ലേ? വെറുതെ കോളേജിൽ പോയി സമയം കളഞ്ഞ എന്തിനാ? അപ്പൊ അത് നീ മാഷിനോട് പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. അതെ, കോളേജിൽ പോയത് എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് മാഷെ. കിട്ടിയട ഈ സാധനം. ഇങ്ങോട്ട് നോക്കൂ. നീ എന്തായി കാണിക്കണേ? എന്റെ കല്യാണം നിശ്ചയിക്കാനല്ല ഞാൻ പോണത്. അങ്ങോട്ട് ഇറങ്ങിക്കടാ. ഓ, നിന്നെ ഞാനിപ്പോ ഒഴിയാ. അമ്പടാ. തേങ്ങാ